നീറ്റ് 2024 മഹത്തായ ഒരു വിജയം കൈവരിച്ച ഹരികൃഷ്ണയുടെ കുടുംബത്തോടൊപ്പമാണ് ഇന്ന് ടീം ബ്രില്യൻ്റ് ഉള്ളത്. അപ്പോൾ ഏറെക്കുറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എങ്ങനെയൊക്കെയായിരുന്നു പ്രിപ്പറേഷൻസ്, കാര്യങ്ങളൊക്കെ നമുക്ക് ഹരികൃഷ്ണയോടും ഫാമിലിയോടൊക്കെ ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഹരികൃഷ്ണയുടെ റാങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് ഡിസ്ക്ലോസ് ചെയ്യാം. സാറ്, ഞാൻ ബ്രില്യനിൽ Q3 ബാച്ചിൽ പഠിച്ചാണ്. 2024 നീറ്റിന് എനിക്ക് മാർക്ക് വന്നത് 700 റാങ്ക് 1067 1067 വന്നത്. ഞാൻ ഫസ്റ്റ് റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ചാണ് ബ്രില്യനിൽ. 2021 ഞാൻ റെസിഡൻഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത്. കുര്യാക്കോസ് ഇലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാന്നാനം, മാന്നാനത്തിലാണ് ഞാൻ പഠിച്ചത് +1 +2. അവിടെ 2021 നവംബർ 14 ഞാൻ ശരിക്കും ഓഫ്ലൈനായിട്ട് കയറുന്നത്, അന്ന് കോവിഡ് ടൈം ആയതുകൊണ്ട്. പിന്നീട് ഫസ്റ്റ് നീറ്റിന് എനിക്ക് 549 മാർക്കാണ് വന്നത്. അപ്പോൾ അതിനുശേഷം അവിടുത്തെ ബിജു സാറും ബിതിൻ സാറും ഞങ്ങളുടെ വാർഡന്മാരും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പിന്നീട് നേരെ ഞാൻ റിപ്പീറ്റിൽ ജോയിൻ ചെയ്യായിരുന്നു. റിപ്പീറ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇവിടെ ക്ലാസ് ടീച്ചർമാരും ഫ്രണ്ട്സും പ്രൊഫസേഴ്സും എല്ലാവരും അവിടെ പഠിച്ചുകൊണ്ടാണെന്ന് അറിയില്ല, എന്തായാലും ഇവിടെ വന്നപ്പോൾ കൂടുതൽ പരിചയപ്പെടാൻ പറ്റി, എല്ലാവരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി, പ്രത്യേകിച്ച് പ്രൊഫസേഴ്സുമായിട്ട്. അതാന്ന് തോന്നുന്നു ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചതിൽ അതുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു സ്കോറിലോട്ട് എത്താൻ പറ്റി. പ്രൊഫസേഴ്സിൻ്റെ ഹെൽപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് ചോദിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി റാങ്ക് കിട്ടിയ കുട്ടികൾ പറയുന്ന ഒരു സംഭവമാണ് ബ്രില്യൻറ്റിൻ്റെ ഫാക്കൽറ്റീസുമായിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസിന്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കൺട്രോൾ ഹോസ്റ്റലിൽ പഠിച്ച ആളായതുകൊണ്ട് തന്നെ നമ്മുടെ റെഫറൻസ് കാര്യങ്ങളൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആക്കാൻ പറ്റിയ ഒരാളായിരിക്കും ഹരികൃഷ്ണ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ പ്രൊഫസർ ഹാളിലുള്ള അവരുടെ ഡൗട്ട് ക്ലിയറിംഗ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്നും ഓർമ്മയിലേക്ക് വരുന്നത്? സാർ, പ്രൊഫസേഴ്സുമായിട്ട് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ പറയുന്ന പോലെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഒഫീഷ്യലായിട്ടുള്ളൊരു രീതിയിൽ, അല്ലെങ്കിൽ ബ്രില്യനിൽ എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യം, ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ആദിത്യകൃഷ്ണൻ, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ബ്രില്യനിൽ ഒരിക്കലും ഹൈറാർക്കി ഇല്ല. അതായത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയറക്ടർ ആയാലും നമ്മുടെ കോർഡിനേറ്റർ ആയാലും നമ്മുടെ ടീച്ചർ ആയാലും എല്ലാവരോടും നമുക്ക് ഒരേപോലെ നമ്മുടെ എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും സംസാരിക്കാം. അവിടെ ഞാനും എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ 4 പേര് എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നു ഹോസ്റ്റലിൽ. ഞാനും റോണും ബിൻഡോയും അദ്വൈതും. അപ്പോൾ ഞങ്ങളെപ്പോഴും മിക്കവാറും ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ആയിരിക്കും ഇരിക്കുക. അപ്പം ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഏത് സാറുമാരായാലും നമുക്ക് ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന സാറുമാരോട് പെട്ടെന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അവരോട് ക്ലാസ്സിൽ ഇരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് പരിചയം ഉണ്ടാവും. പിന്നീട് നമുക്ക് സ്റ്റാഫ് റൂമിൽ ചെന്നിട്ട് അവരോട് ഏത് ഡൗട്ടും നമുക്ക് ഫ്രീ ആയിട്ട് ചോദിക്കാം. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു അവിടെ. അതുപോലെ തന്നെ പ്രൊഫസേഴ്സിനോട് ഡൗട്ട് നമ്മൾ സൊല്യൂഷൻസ് നോക്കുന്നതിനേക്കാളും ഒരു പക്ഷേ പ്രൊഫസേഴ്സിനോട് ഡൗട്ട് ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറേ കാര്യങ്ങൾ എക്സ്ട്രാ കിട്ടും. അതും ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ റെഫറൻസിനിരിക്കുമ്പോഴായാലും എപ്പോഴും അവിടെ ഡൗട്ട് ക്ലിയറൻസ് അവൈലബിൾ ആണ്. കാരണം ഏത് സമയത്തും നമുക്ക് അവിടെ പേര് എഴുതി വെച്ച് നേരെ ഇറങ്ങി വന്ന് സ്റ്റാഫ് റൂമിൽ കയറി ഡൗട്ട് ചോദിക്കാം. അവിടെ എന്തായാലും പ്രൊഫസേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഈ മൊത്തത്തിൽ അവരുടെ സെറ്റപ്പ് ഭയങ്കരമാണ്. എനിക്ക് വന്ന എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കും, ഞാൻ പറഞ്ഞ പോലെ 40 വർഷത്തോളമായി ഇവർ തുടങ്ങിയിട്ട്. അതുകൊണ്ടായിരിക്കും എല്ലാം വളരെ പാക്ഡ് ആയിട്ടാണ് പോകുന്നത്. കറക്റ്റും ഒന്നിനൊരു ലാഗ് ഉണ്ടായിട്ടില്ല അവിടെ. എക്സാം ആയാലും ക്ലാസ്സസ് ആയാലും ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ക്ലാസ് മനസ്സിലാവാതെ പോയോ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവസാനം ഈ മോഡൽ എക്സാം നടക്കുന്നതിന് മുമ്പ് തന്നെ റിവിഷൻ ക്ലാസ് ഇവിടെ വെക്കാറുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ആ ക്ലാസ്സസും എക്സാമൊക്കെ കറക്റ്റ് ടൈം ടേബിളിൽ തന്നെ പോകും. ഒരിക്കലും കിട്ടാതിരിക്കില്ല, ഒരു മിസ്സായി പോകില്ല ഒരു ലെസണും. അപ്പോൾ പ്രൊഫസേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ജെയ്സൺ സാറുമായിട്ട് ഞങ്ങൾ ലോസ് ഓഫ് മോഷൻ സാറ് ഞങ്ങളെ ജെയ്സൺ സാറാണ് പഠിപ്പിച്ചത്. അപ്പം അന്നും ഞങ്ങൾ ഇതുപോലെ സാറിൻ്റെ ക്ലാസ് പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ക്ലാസ് ഇരുന്നവർക്ക് മാത്രമേ എക്സ്പീരിയൻസ് പറയാൻ പറ്റുള്ളൂ. ഭയങ്കര വൈബാണ് സാറിൻ്റെ ക്ലാസ്. പല കാര്യങ്ങളിങ്ങനെ ഓർമ്മ വരും. ഈ മോഡൽ എക്സാമിൻ്റെ സമയത്ത് ജെയ്സൺ സാറ് എനിക്ക് ഒരു പ്രാവശ്യം ഒരു മോഡൽ എക്സാമിന് എനിക്ക് 4th റാങ്ക് കിട്ടി. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രൈസ് ഒക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് സ്റ്റാഫ് റൂമിൽ വേറൊരു ദിവസം ഇതുപോലെ റെഫറൻസിൽ ഇരുന്നിട്ട് ഡൗട്ട് ചോദിക്കാൻ ചെന്നൊരു ദിവസം സാർ ഇങ്ങനെ കണ്ടപ്പോൾ എടാ Q3 പ്രൈസ് ഉണ്ടായിരുന്നു, നീയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞ് നമ്മുടെ ജസ്റ്റ് സാർ എന്നോട് പറഞ്ഞായിരുന്നു Q3 പ്രൈസ് ഉണ്ട്, കൊടുക്കാൻ വരുന്നതെന്ന്. ഞാൻ പിന്നെ മടിയാണ്ട് ഇവിടെ അങ്ങ് ഇരുന്ന് പോയി. നീ അടുത്ത പ്രാവശ്യം ഒരു ഫസ്റ്റ് മടി, അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു സാർ. പിന്നെ എനിക്ക് തോന്നുന്നത് യൂണിറ്റ് വൈസ് എക്സാം ഉണ്ടല്ലോ, മോഡൽ എക്സാമിൻ്റെ അറേഞ്ച്മെൻറ്റ് അങ്ങനെയാണ്. ആദ്യം ഒരു 10 യൂണിറ്റ് ആയിട്ട് തിരിക്കും. 10 ഓരോ യൂണിറ്റിൻ്റെയും അറേഞ്ച്മെൻറ്റ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നടത്തും. ടെസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നടത്തും. പിന്നീട് കോമ്പിനേഷൻ യൂണിറ്റ് വരും, പിന്നീട് +1 വരും, പിന്നീട് +2 വരും, പിന്നീട് കമ്പൈൻഡ് വരും, അങ്ങനെ വരിക.
അപ്പോൾ ഈ യൂണിറ്റ് നടക്കുന്ന സമയത്താണ് സാർ ഇത് പറഞ്ഞത്, സിംഗിൾ യൂണിറ്റ് നടക്കുന്ന സമയത്ത്. ആ സമയത്ത് ഞാൻ കടഞ്ഞ് പരിശ്രമിച്ചു. ഈ എങ്ങനെയും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയും ഒരു ഗോൾ അടിക്കാൻ കുറേ ശ്രമിച്ചു. ഒന്നും നടന്നില്ല. എനിക്ക് തോന്നുന്നൊരു 2-3 പ്രാവശ്യം തേർഡോ ഫോർത്തോ അങ്ങനെ നിന്നു. 5 മാർക്കിന് 4 മാർക്കിന് അവിടെ ഇടയ്ക്ക് വിട്ടു. എന്തായാലും ഏറ്റവും അവസാനം എനിക്ക് നീറ്റിന് 4 ദിവസം മുമ്പ് മെയ് 1 ആണ് ഫസ്റ്റ് ഗോൾഡ് കിട്ടുന്നത്, ഒറ്റ ഗോൾഡ് കിട്ടുന്നത്. അത് അന്നാണെങ്കിൽ ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞു, സാറേ Q3 എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ആടാ മനസ്സിലായി, പറഞ്ഞോ, എനിക്ക് മനസ്സിലായി. കൃത്യം അന്നത്തെ ദിവസം മാത്രം സാറിന് വരാനും പറ്റിയില്ല. ഭയങ്കര നമുക്ക് പ്രൊഫസറുടെ ഇൻട്രാക്ഷൻ തന്നെ നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. അങ്ങനെ പറയാൻ കാരണം നമുക്ക് പലപ്പോഴും മൂഡ് ഔട്ട് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ എക്സാമിൻ്റെ മാർക്കും നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു വർഷം മൊത്തം മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി മാത്രം റിപ്പീറ്റ് ചെയ്യാൻ വരും. അപ്പം അവിടെ ഉണ്ടാകുന്ന ചെറിയ കുറവും ഏറ്റക്കുറച്ചുകളിലൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യും നല്ലോണം. പക്ഷേ ശരിക്കും അതൊന്നും അങ്ങനെ ചെയ്യാതിരുന്നാൽ മാത്രമേ നമുക്ക് ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും നമ്മൾ പ്രൊഫസേഴ്സിനോട് ഒന്ന് പോയി സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കത് ഫുള്ള് ക്ലിയർ ആയി കിട്ടും. 1-2 മിനിറ്റ് സംസാരിക്കേണ്ട കാര്യമുള്ളൂ, അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇതായി മാറിക്കിട്ടും. ഓക്കെ, അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് പ്രൊഫസേഴ്സിനോട് സംസാരിക്കുന്ന ഒരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ ഒത്തിരി പേര് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ക്ലാസ് മെൻഡർ. അതെ. ചിലപ്പോൾ ഹരികൃഷ്ണയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പ്രൊഫസർമാരോട്, പക്ഷേ ഇവർ വീട്ടുകാരോട് പേരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു നമ്മുടെ ക്ലാസ് മെൻഡർ ആയിരിക്കും. അപ്പോൾ മെൻഡറിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ക്ലാസ് ടീച്ചറിൻ്റെ ഞങ്ങളുടെ മെൻഡർ ആദ്യം ഒരു ഒക്ടോബർ വരെ അഞ്ജലി ജനാർദ്ദനൻ മിസ് ആയിരുന്നു. മിസ് പിന്നീട് ഒക്ടോബർ കഴിഞ്ഞിട്ട് അഞ്ജലി രാജേഷ് മിസ് വന്നു. അപ്പോൾ ആദ്യം മിസ്സിൻ്റെ കൂടെ ആയാലും നല്ല വൈബായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് എന്ത് മെൻറ്റർ, ഞാൻ പറഞ്ഞ പോലെ മെൻറ്റർമാരായാലും പ്രൊഫസേഴ്സായാലും നമുക്ക് ആരോടും തുറന്നു പറയാം നമ്മുടെ എന്ത് കാര്യങ്ങളും. അവരെല്ലാം കേട്ട് നമുക്ക് അതിനുള്ള കറക്റ്റ് സൊല്യൂഷനും പറഞ്ഞുതരും. അതാണ് അവരുടെ ഏറ്റവും വലിയ ഗുണം. അഞ്ജലി ജനാർദ്ദന മിസ് ഉണ്ടായിരുന്ന സമയത്ത് ഒക്ടോബറിൽ എനിക്ക് തോന്നുന്നു ഓണം മോഡലിന് ഇതുപോലെ ഞാൻ ഓരോ എക്സാം കഴിയുമ്പോഴും മിസ്സിനോട് സംസാരിക്കുമ്പോൾ പറയും, മിസ്സേ 2 എണ്ണം പോയി, മിസ്സേ 3 എണ്ണം പോയി, അവിടെ കേരളസ് പറ്റിപ്പോയി, ഇവിടെ കേരളസ് പറ്റിപ്പോയി എന്ന് പറയും. മിസ്സേ നീ എന്തായാലും എവിടെയെങ്കിലും ഒന്നും കൊണ്ട് കളയുമല്ലോ എന്ന് മിസ് പറയും. അതുപോലെ തന്നെ ഓണം മോഡലിൻ്റെ സമയത്ത് 706 എങ്ങാണ്ടായിരുന്നു ഫസ്റ്റ് റാങ്ക്. അന്ന് എനിക്ക് വന്ന മാർക്ക് എന്തോ 705 ആയിരുന്നു. അപ്പോൾ അന്ന് അത് പറഞ്ഞു, നീ എന്തായാലും ഫസ്റ്റ് മേടിക്കില്ല എന്നറിയാം, നീ എവിടെയെങ്കിലും കൊണ്ട് കളയാമെന്നറിയാമായിരുന്നു സാറിന് ഓർമ്മയുണ്ട്. ഇതുപോലെ നമുക്ക് ടീച്ചർമാരോടാണെങ്കിലും നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട് അവിടെ. നമുക്ക് എപ്പോഴും ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും അവരോട്. അഞ്ജലി ജനാർദ്ദന മിസ് ആയിരുന്നെങ്കിലും പിന്നീട് എല്ലാ ആഴ്ചയിലും നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. ഓരോ എക്സാം കഴിയുമ്പോഴും മിസ് ഓരോ മാർക്ക് നോക്കിയിട്ട് എന്താ കുറഞ്ഞു പോയത്, കൂടി വന്നാൽ അപ്രിഷ്യേറ്റ് ചെയ്യാൻ, ഓരോ സ്ഥലത്തും എന്താ കുറഞ്ഞു പോയത്, എന്താ പറ്റിയത് എല്ലാം ചോദിച്ചിട്ട് തന്നെ അവർ മുന്നോട്ട് പോകുന്നത്. അഞ്ജലി മിസ്സുമായിട്ട് ഭയങ്കര വൈബായിരുന്നു. കാരണം ഫസ്റ്റ് ഞങ്ങളുടെ ക്ലാസ്സിൽ ഫസ്റ്റ് ഗോൾഡ് മെഡൽ മേടിച്ച സമയത്ത് സൗവർണിക എന്ന് പറയും, ഗോൾഡ് മെഡൽ മേടിച്ച സമയത്ത് മിസ് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഫുള്ള് 40 പേർക്ക് മിസ് അന്ന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് ഭയങ്കര ആഘോഷമായിരുന്നു. അപ്പോൾ പലരും നമ്മൾ ഈ റിപ്പീറ്റ് അല്ലെങ്കിൽ എൻട്രൻസിൻ്റെ പഠിത്തം എന്ന് കേൾക്കുമ്പോൾ ഒരു ഇത് തോന്നും, എന്താണ് ഒരു പേടി, ഭയങ്കര സ്ട്രെസ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വർഷം മാറ്റി വെച്ച് വരുമ്പോൾ ഏറ്റക്കുറച്ചുകളിൽ നമ്മളെ അഫക്റ്റ് ചെയ്യും. പക്ഷേ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ അടച്ചിട്ട് പഠിക്കുകയല്ല, ആ ഒരു മെത്തേഡല്ല അവിടെ. നമുക്ക് എപ്പോഴും സാറുമാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും പറഞ്ഞ പോലെ ഒരുപാട് മെമ്മറീസ് ഉണ്ട് അവിടെ. അപ്പോൾ അത്തരത്തിലൊരു ഒത്തിരി മെമ്മറീസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഏറ്റവും ഭയങ്കരമായിട്ട് ഇപ്പോൾ ബ്രില്യൻറ്റിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഹരികൃഷ്ണൻ മിസ് ചെയ്യുന്ന ഒരു മെമ്മറി എന്തായിരിക്കും? ഇപ്പം ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? പെട്ടെന്ന് കുറേ കാര്യങ്ങൾ വരാണ്. ഞാൻ എപ്പോഴും ചോദിക്കുമ്പോൾ ഇപ്പം മാർക്ക് കുറഞ്ഞു എന്ന് ആരെങ്കിലും എന്നോട് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, എനിക്ക് റെസിഡൻഷ്യൽ പഠിച്ച സമയത്ത് ഫിസിക്സിന് കിട്ടിയൊരു മാർക്കാണ്. ഇപ്പോൾ സ്കൂളിലാണെങ്കിലും എവിടെ ആണെങ്കിലും പലർക്കും 0 കിട്ടിയിട്ടുണ്ടാവുള്ളൂ 180-ൽ. എനിക്ക് -2 കിട്ടിയിട്ടുണ്ട് 180-ൽ. അപ്പോൾ അവിടെ കോവിഡ് സമയത്തായിരുന്നു അത്. 2021 നവംബർ 14 ഞാൻ ജോയിൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 2021 തന്നെ ഒരു മോഡലായിരുന്നു അത്. 2-ൽ +1 അവസാനമുള്ള മോഡൽ 2022. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ പോലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസും ഗ്രാവിറ്റേഷനും ആയിരുന്നു ചാപ്റ്റേഴ്സ്. വെള്ളിയാഴ്ച ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അന്ന് ഒന്നും അറിയില്ല, സത്യം പറഞ്ഞാൽ ഒരു പിടിയില്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ ശനി ഞായറും ഞാൻ വിചാരിച്ച് ഫിസിക്സ് മാത്രമേ ഒന്ന് പഠിക്കാം. ഞാൻ എൻ്റെ ഫ്രണ്ട് നിരഞ്ജൻ ഇപ്പോൾ മൗണ്ട് സിയോണിൽ മെഡിക്കൽ കോളേജിലാണ്. അപ്പം അവനോട് വിളിക്കുമ്പോഴെപ്പോഴും പറയാം, അവനെപ്പോഴും എടാ -2 ഓർമ്മയുണ്ടോ എന്ന്. ഫിസിക്സ് മാത്രം എന്തെങ്കിലും മോഡൽ എക്സാം വരുമ്പോൾ അവനിങ്ങനെ ചോദിക്കും, എടാ ഫിസിക്സ് മാത്രം പഠിക്കുന്നോന്ന്. ഫിസിക്സ് അന്ന് ശനി ഞായറും അത് മാത്രം പഠിക്കാമെന്ന് വിചാരിച്ച്. ഗ്രാവിറ്റേഷൻ ആണെങ്കിലും സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണെങ്കിലും ആദ്യം പഠിക്കുമ്പോൾ ഒന്നും പിടികിട്ടത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ
മൺഡേ മോഡൽ എക്സാമിന് 45 ക്വസ്റ്റ്യനിൽ ഈ പറഞ്ഞ പോലെ ഒന്നും എഴുതാൻ പറ്റില്ല, ഒന്നും കണ്ടിട്ട് മനസ്സിലായില്ല. 2 ക്വസ്റ്റ്യൻ എന്തോ എവിടെയോ തോന്നി ചുമ്മാ കുത്തി, 2ഉം തെറ്റി, -2 അടിച്ചു. 204 മാർക്കാന്ന് തോന്നുന്നു, 720 204 മാർക്ക്. കെമിസ്ട്രിക്ക് എനിക്ക് 43 44 ആ അറൗണ്ട്. പിന്നെ ബയോളജി 160 സംതിങ്, 360. അപ്പോൾ അവിടെ നിന്നൊക്കെ കയറി വരാൻ പറ്റിയ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറേ ഫ്രണ്ട്സ് ശരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഭോപ്പാൽ എയിംസിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന അർണേഷ് കേജ് ശരിക്കും മാനാനം ഫുള്ള് അവിടെ IIT-കാർ പോലും അവൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കും ഫിസിക്സിൽ. അത്രയും ഇൻ്റലിജൻ്റ് ആയിരുന്നു. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവനോട് ചോദിക്കാം, നേരെ അങ്ങോട്ട് ചെന്നാൽ മതി. എനിക്ക് കപ്പാസിറ്റൻസിൻ്റെ ഒരു എന്നെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, കപ്പാസിറ്റൻസിൻ്റെ ടോപ്പിക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. അപ്പോൾ അന്ന് അവൻ തന്നെ ഉണ്ടാക്കിയ ഒരു നോട്ട് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ക്ലാസ് കേട്ടിട്ട് അവൻ തന്നെ ഉണ്ടാക്കിയ നോട്ട്. ആ നോട്ട് വെച്ച് അവൻ എന്നെ പഠിപ്പിച്ചത്. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുത്തിട്ട് അവൻ പഠിപ്പിച്ചത്. അവൻ അന്ന് പഠിപ്പിച്ച നോട്ട് നീറ്റിന് മുമ്പേ എനിക്ക് തന്നിട്ടാണ് പോയത്. അപ്പോൾ ഇപ്പം ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ തന്നെ ഒരു 5-6 പേർക്ക് ഇതേ സാധനം ഞാൻ ഇതേ നോട്ട് വെച്ച് ഇതേപടി പഠിപ്പിച്ചു കൊടുത്തു. അത് കേട്ടപ്പോഴത്തേനും ആ ഫിസിക്സ് ശരിക്കും നമുക്ക് അപ്പോഴാണ് ഇൻട്രസ്റ്റ് വരിക. ഡൗട്ട് ക്ലിയർ ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും പല ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടത്തില്ല. ഇപ്പോൾ ആരോട് ചോദിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ പിന്നീട് നമ്മളത് നോക്കി കണ്ടുപിടിക്കുമ്പോൾ ശരിക്കും നമുക്ക് നല്ല റീച്ച് കിട്ടും. നമ്മൾ ചിലപ്പോൾ ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുക, ചിലപ്പോൾ ഗ്രാവിറ്റേഷൻ. ആ ഗ്രാവിറ്റേഷൻ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ലോസ് ഓഫ് മോഷൻ്റെ ഡൗട്ട് വെച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് അറ്റൻഡ് ചെയ്ത് നോക്കണം, അത് വിട്ടുകളയരുത്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ അറിയായിരിക്കും അറിയത്തില്ലായിരിക്കും. പക്ഷേ നമുക്കപ്പോൾ നമ്മൾ ലോസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ അതൊരു റിവിഷൻ ആവും. പഠിച്ചിട്ടില്ലെങ്കിൽ അതൊരു നമുക്ക് നോക്കാൻ പറ്റിയൊരു എന്താ പറയുക, മുന്നേ നോക്കി വെക്കാൻ പറ്റും നമുക്കത്, ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അതെ, ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും ഒരു ഡ്രീം സ്കോറാണ് ഒരു 700 ഔട്ട് ഓഫ് 720 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡ്രീം സ്കോർ ഹരികൃഷ്ണ ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. സോ ആ ഒരു യാത്രയിൽ എപ്പോഴെങ്കിലും ഒരു ഡ്രീം കോളേജും മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രീം കോളേജിനെ കുറിച്ച് എന്തൊക്കെയാണ് അപ്പോൾ ഒരു ഹരികൃഷ്ണൻ്റെ മനസ്സിൽ ആ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ഡ്രീം കോളേജ് ഏതിലുണ്ടെങ്കിൽ അതൊന്ന്. എനിക്ക് AFMC ജോയിൻ ചെയ്യാനായിരുന്നു താല്പര്യം. ഞാൻ എൻട്രൻസിന് കയറുമ്പോൾ തന്നെ എനിക്ക് AFMC മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം അത് കിട്ടിയില്ല. സെക്കൻഡ് ടൈം ഇപ്പോൾ എനിക്ക് അവിടെ ജോയിൻ ചെയ്യാനാണ് താല്പര്യം. അവിടെ ഇനിയിപ്പോൾ ഇൻ്റർവ്യൂവും മെഡിക്കൽ ബോർഡ്സും ഒക്കെ ഉണ്ടാവും. അതിനുവേണ്ടി ഇപ്പോൾ നോക്കുന്നുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ട് വേണം അവിടെ ചെല്ലാൻ. അപ്പോൾ ഹോസ്റ്റലിലെ മെമ്മറീസ് ഓൾറെഡി ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണുന്ന ആൾക്കാർക്ക് പല ഡൗട്ടുകളായിരിക്കും, അവിടുത്തെ ഫുഡ് എങ്ങനെയായിരിക്കും. ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അയ്യോ എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് പോലെ ആയിരിക്കുമോ, അപ്പോൾ ചിലപ്പോൾ മമ്മിയുടെ പ്രിപ്പറേഷൻ ആയിരിക്കും. അവിടെ നമ്മൾ ഫുഡും ഹാപ്പി ആയാൽ മാത്രമേ നമ്മുടെ മൈൻഡ് ഹാപ്പി ആവത്തുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അപ്പോൾ എങ്ങനെയായിരുന്നു ഹോസ്റ്റലിലെ ഒരു നമ്മുടെ ബ്രില്യൻറ്റിൽ തന്നെ എങ്ങനെയായിരുന്നു ഒരു ഫുഡിൻ്റെ ഹരികൃഷ്ണ പേഴ്സണലി ഹാപ്പി ആയിരുന്നു ഇല്ലേ എന്നൊന്ന്. സാറി പറഞ്ഞാൽ ഫുഡ് കൊടുക്കുമ്പോഴേ മൈൻഡ് ഹാപ്പി ആവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതേ കാര്യം പറഞ്ഞ ചേട്ടനാണ് ഞങ്ങളുടെയൊക്കെ ഫുഡ് തന്നുകൊണ്ടിരുന്നത്. ഒറ്റ കാര്യം ചേട്ടൻ പറഞ്ഞത്, അതായത് പൈസ കൊടുത്ത ഒരാളെ മനസ്സിറങ്ങാൻ പറ്റില്ല, പക്ഷേ ഫുഡ് കൊടുത്താൽ മനസ്സിറങ്ങാൻ പറ്റും. ഒരു 100 രൂപ കൊടുത്ത ആളെ 200 രൂപ ചോദിക്കുള്ളൂ, ആഗ്രഹിക്കുള്ളൂ. 200 രൂപ കിട്ടിയിരുന്നെങ്കിൽ എന്തായാലും, പക്ഷേ ഫുഡ് കൊടുത്താൽ മനസ്സിറങ്ങാൻ പറ്റും. ശശിചേട്ടനാണ് ഞങ്ങളുടെ ഫുഡ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. ചേട്ടൻ്റെ ഫുഡ് ഈ ഒരു മോട്ടോയിലാണ് ചേട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പൈസയ്ക്ക് വേണ്ടി അല്ല, പകരം ഏറ്റവും എൻ്റെ ചേട്ടനെപ്പോഴും പറയും എൻ്റെ മക്കളെ പോലെ തന്നെ ഫുഡ് കൊടുക്കുന്നു. ആ രീതിയിൽ തന്നെ ഒരിക്കലും തലേ ദിവസത്തെ ഫുഡോ ഒരിക്കലും അത് ബാക്കി വെച്ചിട്ടില്ല. ചേട്ടൻ അവിടെ തന്നെ അത് മാറ്റി വെച്ചിട്ട് ചേട്ടൻ പോകാറുള്ളൂ. ഫുഡ് അതുപോലെ തന്നെ അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ചേട്ടൻ എന്ത് കാര്യമുണ്ടെങ്കിൽ നമുക്ക് പറയാം ചേട്ടനോട്, ചേട്ടാ ഇത് ഇങ്ങനെ മാറ്റിത്തരൂ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മാറ്റിത്തരുകയും ചെയ്യും. അപ്പോൾ ഫുഡ് അതേപടി അടിപൊളിയായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഫുഡിന്റെ കാര്യം പറയാനായിട്ട് നമ്മുടെ കോർഡിനേറ്റേഴ്സ് ഡയറക്ടേഴ്സ് ഒക്കെ നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യാൻ വരാറുണ്ട്. ഡയറക്ടേഴ്സിന്റെ കാര്യമാണെങ്കിൽ തന്നെ ഈവൻ വീക്ക്ലി എക്സാംസ് കഴിയുമ്പോൾ ഇപ്പോൾ ഗോൾഡ് മെഡൽ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ ഡയറക്ടേഴ്സ് നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ പരീക്ഷ പറഞ്ഞു എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ഈ ഒരു ഗോൾഡ് മെഡൽ തരാനായിട്ട് വരുമ്പോൾ പോലും നിങ്ങളോട് കുറച്ചേരം ഇന്ററാക്ട് ചെയ്യാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇന്ററാക്ഷൻ തന്നെ പല ആൾക്കാർക്കും ഡൗൺ ആയി നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അത്തരത്തിൽ ഡയറക്ടേഴ്സിന്റെ നമ്മുടെ ക്ലാസ്സിലേക്കുള്ള ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, ഇപ്പം ഈവൻ മീറ്റിംഗ് ആയാൽ തന്നെ പാരന്റ്സിനോടൊക്കെ ഇന്ററാക്ഷൻ ഒക്കെ ഡയറക്ടേഴ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു അത്തരത്തിലുള്ള ഓർമ്മകൾ എങ്ങനെയാണ് ഡയറക്ടേഴ്സുമായിട്ടൊക്കെ ഉള്ളത്? ഡയറക്ടേഴ്സ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ശരിക്കും ആ എക്സ്പീരിയൻസിൽ നിന്നാണ് ഇവരുടെ ഇടപെടലുകളെല്ലാം വരുന്നത്. ഒരു മാർക്ക് പറഞ്ഞാലോ ഒരു റാങ്ക് മാറിയാലോ അതൊന്നും അല്ല ഇവരുടെ ഫോക്കസ്. ഇവർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, കാരണം ഇത്രയും നിന്നുകൊണ്ടായിരിക്കും ഇവർക്ക് അറിയാം ഇന്ന ആൾ എവിടെ പോകും അല്ലെങ്കിൽ ഇന്ന ആൾക്ക് എത്ര കിട്ടും എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം.
അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവരോട് ചോദിച്ചാൽ ഞാൻ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരുകയും ചെയ്യും. ഞാൻ റെസിഡൻഷ്യലായിരുന്ന സമയത്ത് പറഞ്ഞ ഞങ്ങളുടെ കോർഡിനേറ്റർ ബിജു സാറായിരുന്നു. മാന്നാനം സ്കൂളിൽ കോർഡിനേറ്റർ ബിജു സാറായിരുന്നു. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സാർ എപ്പോഴും മാർക്ക് പറയുമ്പോഴൊക്കെ സാറ് ചോദിക്കും എന്ത് പറ്റി, എന്താ സംഭവിച്ചതെന്നൊക്കെ. പക്ഷേ സാറിന് എനിക്ക് തോന്നുന്നു ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഇവൻ എവിടെ പോവും, ഇവൻ എവിടെ എത്തും, എനിക്ക് കൃത്യം അതെ കറക്റ്റ് ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന കാണുമ്പോഴും എക്സാം അറ്റൻഡ് ചെയ്യുന്ന കാണുമ്പോഴും എല്ലാം സാറ് കൃത്യമായിട്ട് നോട്ടീസ്. ഒരു ദിവസം ഞാൻ ആ ഫ്ലോറിൽ കോറിഡോറിൽ നടന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് സാറ് സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു എയിംസ് 3 ബാച്ചാണ്, IIT 2 ബാച്ചാണ്. എയിംസ് 3 ബാച്ച്, IIT 2 ബാച്ചും, +1 ഉണ്ട് +2 ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ എണ്ണം ആലോചിക്കാമല്ലോ, ഏകദേശം 500-600 പിള്ളേർ കാണും. ഞാനവിടെ നടന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറ് ഇങ്ങോട്ട് വന്ന് ചോദിക്കാം, ഇന്നലെ എത്ര ആയിരുന്നു? 417 മാർക്ക്. കൃത്യം മാർക്ക് ഇങ്ങോട്ട് പറയാണ് സാറ്, ഒരു മാറ്റവും ഇല്ലാതെ. അത്രയും വിജിലൻ്റായിട്ടാണ് നമ്മളെ നോക്കിക്കൊണ്ടിരുന്നത് സാറ്. അന്ന് സാറിന് ഐഡിയ ഉണ്ടായിരുന്നു ഇവൻ എവിടെ പോകും. ഞാൻ ഫസ്റ്റ് എനിക്ക് 549 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, നീ ധൈര്യമായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോക്കോ, ഒന്നുകൊണ്ട് പേടിക്കണ്ട, എന്തായാലും നിനക്ക് നല്ല സ്കോർ കിട്ടും. ഇപ്പോൾ കിട്ടുന്ന ഏതെങ്കിലും സെൽഫ് ഫിനാൻസിങ്ങോ ഇതിനേക്കാളിലൊക്കെ നല്ലത് നിനക്ക് ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടുന്ന നല്ല മെഡിക്കൽ കോളേജ് തന്നെയാണ്. പഠിക്കുന്ന പിള്ളേർ എന്തായാലും റിപ്പീറ്റ് ചെയ്യണം, നീ എന്തായാലും ചെയ്തോളാം പറഞ്ഞു സാർ. സോ അത്തരത്തിൽ പിന്നെ ഇപ്പം ഞാൻ ഫാമിലിയോട്ട് വരുവാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഫാമിലി ഒന്ന് പരിചയപ്പെടുത്തി തന്നാൽ നന്നായിരിക്കും. അതെൻ്റെ അമ്മ സുജാത KR. അമ്മ ടീച്ചറാണ്, ഹയർ സെക്കൻഡറി ടീച്ചറാണ്, തുമ്പമൺ നോർത്ത് GHSS. അമ്മുമ്മ രത്നമ്മ, അമ്മുമ്മയും ടീച്ചറായിരുന്നു, ഹിസ്റ്ററി ആയിരുന്നു സബ്ജക്റ്റ്. അപ്പൂപ്പൻ BSNL വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, വിജയകുമാർ എന്നാ പേര്. അച്ഛൻ കൃഷ്ണകുമാർ എന്നാ പേര്. അപ്പോൾ ഇനി എനിക്ക് പേരൻസിനോടാണ് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇയാൾ ഓൾറെഡി ഒരു 1 ഇയർ സ്ട്രാറ്റജി ഓൾറെഡി ഹരികൃഷ്ണയുടെ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ നമ്മളിത് കാണുന്ന ഒത്തിരി പേരൻസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇയാളുടെ ഒരു സ്ട്രാറ്റജി പോലെ തന്നെ 1 ഇയർ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ സ്ട്രാറ്റജീസ്. കാരണം ഇയാളെ സ്ട്രോങ് ആയിട്ട് നിർത്തണം, ആ ഒരു എക്സാം വരെ ആ ഒരു മോട്ടിവേഷൻ ലെവലിൽ ഇപ്പം ക്ലാസ് ടീച്ചറും പ്രൊഫസേഴ്സും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടും ഇല്ലാതെ ആൾക്കാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആസ് എ പേരൻസ് എങ്ങനെയായിരിക്കണം ഒരു സ്റ്റുഡൻറ്റിനെ ഈ ഒരു 1 ഇയർ മോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു എക്സ്പീരിയൻസും കൂടെ ഇനി കാണാൻ പോകുന്ന പേരൻസിനോടൊന്ന് സാർ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. ഒരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമുക്ക് കണ്ണുമടച്ച് ബ്രില്യൻറ്റിൽ ഏൽപ്പിക്കാം, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഏൽപ്പിക്കുന്നത് മാതിരി തന്നെ ഏൽപ്പിക്കാം. അതിന് പ്രത്യേക ഒരു സാറ് ചോദിച്ചാൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടോ എന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ക്ലാസ് ടീച്ചറാണെങ്കിലും പിന്നെ ബാക്കി നമുക്ക് നല്ലോണം നേരിട്ട് പ്രൊഫസേഴ്സിനെ അല്ലാതെ തന്നെ വിളിക്കാൻ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ക്ലാസ് ടീച്ചേഴ്സ് എല്ലാ പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയും ഹരീഷിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങൾ, നമുക്ക് അങ്ങോട്ട് വിളിക്കാം, ഹോസ്റ്റലിലേക്കാണെങ്കിലും അങ്ങോട്ടേക്ക് വിളിക്കാം. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ബ്രില്യൻറ്റിനെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഹരികൃഷ്ണൻ്റെ കാര്യത്തിൽ ശരിക്കും അവൻ 8ാം ക്ലാസ് മുതൽ പറയുന്ന സത്യത്തിൽ അവൻ എന്തായിത്തീരണമെന്നോ അവൻ്റെ പഠിത്തം ഏത് രീതിയിലേക്ക് പോകണമെന്നൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. 8 മുതലേ അവൻ പറയും എനിക്ക് KE മാന്നാനത്ത് പോകണം, KE മാന്നാനത്ത് പഠിക്കണം. സത്യത്തിൽ ആ സമയത്താണ് നമ്മളിതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം, ഇങ്ങനെ ഒരു സ്കൂളുകൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എവിടെ ചേർക്കും. പിന്നെ ഇവിടെ അടുത്തുള്ള സെൻറ്റ് മേരീസ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. നന്നായിട്ട് പഠിക്കുന്ന, അത്യാവശ്യം നന്നായി പഠിക്കുന്ന കുട്ടി. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പഠനകാര്യത്തിലൊന്നും ബുദ്ധിമുട്ടൊന്നും വന്നിട്ടുമില്ല. പക്ഷെ ആൾ തന്നെയാണ് അവിടെ സ്ക്രീനിങ് ടെസ്റ്റ് എപ്പോഴാണ് ഇതെല്ലാം അന്വേഷിച്ച് തന്നെ കണ്ടുപിടിച്ച് അത് എഴുതുക ചെയ്തത്. സത്യത്തിൽ അഡ്മിഷന് വേണ്ടിയിട്ടൊന്നും ഒരു പ്രയാസവും ഉണ്ടായില്ല. അപ്പോൾ ഈ മാന്നാനത്തുള്ള എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ബ്രില്യൻ സ്പെഷ്യൽ ബാച്ചിലായിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. പ്ലസ് ആദ്യത്തെ പ്രാവശ്യം 549 കിട്ടിയപ്പോൾ തന്നെ ഉറപ്പിച്ചിരുന്നു ബ്രില്യൻറ്റിൽ തന്നെ അടുത്ത കോച്ചിങ്ങിന് പോവുക, എന്തായാലും അവൻ്റെ ഭാവിയോടെ ഭദ്രമായിരിക്കുന്നത് ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ സംഭവിച്ചു. അവൻ്റെ പരിശ്രമം, അവൻ്റെ നല്ല കൂട്ടുകാർ, നല്ല അധ്യാപകർ, ഒപ്പം ഈശ്വരാനുഗ്രഹം എല്ലാം ചേർന്നപ്പോൾ നല്ലൊരു സ്കോർ അവന് കിട്ടി. ഇനിയും നല്ലൊരു അഡ്മിഷനും കൂടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ ടീച്ചറാണെന്ന് പറഞ്ഞു, അമ്മ മാത്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഹരികൃഷ്ണൻ ഒരു മാത്സിലോട്ട് ഒരു കമ്പം പോവാതെ എയിംസ് അല്ലെങ്കിൽ ഒരു നീറ്റിലോട്ട് പോകാൻ എപ്പോഴാണ് ഹരികൃഷ്ണൻ ആ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത് ലൈഫിൽ? ഞാനതിൻ്റെ ആൻസർ ഇതിലിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. കാര്യം എനിക്കിപ്പോൾ ഹരി എന്ത് പഠിക്കണം, എന്ത് ചെയ്യണം എന്നൊരു ചിന്ത എനിക്ക് ഉണ്ടാവേണ്ട അവസരത്തിന് മുമ്പ് തന്നെ അവൻ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. നമ്മളേതായാലും ഒരു 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴാണ് തന്നെ അവനിപ്പോൾ സയൻസിനെ വിടണോ കൊമേഴ്സ് വിടണോ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുക, കണക്ക് പഠിക്കണോ ബയോളജി. പക്ഷേ ആ അവസരമൊന്നും അവന് എനിക്ക് എടുക്കേണ്ടി വന്നില്ല. അവൻ 8ാം ക്ലാസ് മുതൽ പറയുന്നതാണ് എനിക്കിവിടെ KE മാന്നാനം പഠിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ മാത്സ് പഠിക്കണമെന്നോ അങ്ങനെ ഒരു വിചാരം ഉണ്ടായില്ല, അങ്ങനെ ഒരു തോന്നലുണ്ടായില്ല. അവൻ്റെ ഇഷ്ടത്തിന് പോട്ടെ, തന്നെയല്ല നമുക്ക് അവനെ വിശ്വസിക്കാം. കാര്യം അവൻ അത്യാവശ്യം വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്, അവൻ്റെ രീതിയിൽ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ തന്നെയല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ചാണല്ലോ പോകേണ്ടത്.
അമ്മ പറഞ്ഞത് ഞാൻ കേട്ടു. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ഡ്രീം 8th മുതലേ നമ്മൾ ഈ ഒരു ഡ്രീമിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്ട്രാറ്റജീസ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റായി. അപ്പോൾ ഇപ്പോൾ ഈ ഒരു നീറ്റ് 2024 വിജയികളെ കണ്ടുകൊണ്ടാണ് ഇനി വരാൻ പോകുന്ന നീറ്റ് 2025 കുട്ടികൾ വരുന്നത്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം ഈ ഒരു ഡ്രീമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ അവരുടെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് പല ആൾക്കാരും ഈ ഒരു ഡ്രീമിലോട്ട് എത്തി തുടങ്ങിയിട്ട് കാണത്തുള്ളൂ. അപ്പോൾ അവരോടൊക്കെ എങ്ങനെയാണ് ഈ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്ത് ഒരു ഡ്രീമിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു ഹരികൃഷ്ണന് തോന്നുന്ന കുറച്ച് ടിപ്സോ കാര്യങ്ങളോ എന്താണ് അവരോട് പറയാനുള്ളത്? നമ്മൾ ഒരു ഡ്രീമിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ സക്സസ്സിനെ കൺഫ്രണ്ട് ചെയ്യുന്നതിനേക്കാളും അതിന് മുമ്പേ തന്നെ ഫെയിലിയറിനെ കൺഫ്രണ്ട് ചെയ്യാൻ പഠിക്കണം. അതാണ് 10th ക്ലാസ് വരെ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്കൂളിൽ നല്ല റാങ്കോടുകൂടി നല്ല മാർക്കോടുകൂടിയും പഠിച്ച ആൾക്കാരായിരിക്കും. ബ്രില്യൻറ്റിൽ വരുമ്പോൾ അല്ലെങ്കിൽ +1 +2 റെസിഡൻഷ്യൽ ബാച്ചിൽ എവിടെയായാലും കയറുമ്പോൾ അതുപോലെ തന്നെ പഠിച്ച കുട്ടികളായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി റെഡി ആയിരിക്കണം. മാർക്കോ റാങ്കോ ഒരിക്കലും നമ്മൾ എഫക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, റോൺ എന്ന് പറയും. അവനാണെങ്കിലും കറക്റ്റ് എനിക്ക് പലപ്പോഴും ഞാൻ നല്ല ഫ്രണ്ട്സിനെ കിട്ടാൻ നമുക്ക് എപ്പോഴും ഭയങ്കര പ്രോഗ്രസ് ആയിരിക്കും. അവൻ ഒരു ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ അവൻ്റെ മാർക്ക് ഒരിക്കലും അവൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. മാർക്ക് കാണുമ്പോൾ അവൻ ചിരിച്ചോണ്ടാണ് പറയുന്നത് ഇത്ര ഉള്ളൂ, മാർക്ക് ഇത്ര ഉള്ളൂ. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് രാത്രി 7:30 ഫുഡ്. അപ്പോൾ 7:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കറക്റ്റ് റൂമിലോട്ട് വരും ആ ക്വസ്റ്റ്യൻ പിടിച്ചോണ്ട്. എടാ ഈ ക്വസ്റ്റ്യൻ എന്താ, ഈ ക്വസ്റ്റ്യൻ ഏതാ? നമ്മൾ കോച്ച് ചെയ്യുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പഠിക്കുന്നതെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഒരിക്കലും മാർക്കിനോ റാങ്കിനോ വേണ്ടിയല്ല. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മാർക്കോ റാങ്ക് കുറഞ്ഞ വിഷമം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്, അത് ഉണ്ടാവണം, ഉണ്ടായില്ലെങ്കിലാണ് കുഴപ്പം. പക്ഷേ അതൊരിക്കലും മൈൻഡിലോട്ട് ഒരുപാട് എടുക്കാതിരിക്കുക, നമ്മുടെ വർക്കിനെ അഫക്റ്റ് ചെയ്യാതിരിക്കുക, അത് മാത്രം മതി. നമ്മൾ നാളെ നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടിയാണ് നമ്മൾ അല്ല പഠിക്കുന്നത്, നീറ്റിന് വേണ്ടിയാണ് പഠിക്കുന്നത്. അപ്പോൾ നാളെയാണ് എക്സാമെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിക്ക് പഠിച്ചു പോയാൽ മാത്രം മതി. ഒരിക്കലും ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നല്ല രസമായിട്ട് കഥകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് August 10 നമ്മുടെ വിക്ടറി ഡേ സെലിബ്രേഷനിലാണ് ഹരിയെ കാണാം. അപ്പോൾ നമ്മൾ ഡ്രീം ചെയ്തൊരു സംഭവമാണ് വിക്ടറി ഡേക്ക് വരണം, അവിടുന്ന് മെഡൽ കരസ്ഥമാക്കണം എന്നൊക്കെ ഹരി ഒരു സ്വപ്നം കണ്ടു കാണും. അതുപോലെ പേരൻസും സ്വപ്നം കണ്ടു കാണും. അപ്പോൾ ഈ ഒരു ബ്രില്യൻ ഫാമിലിയുടെ ഉള്ളൊരു യാത്രയിൽ അടുത്തൊരു സ്റ്റേജിലേക്ക് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾ ഇനി അടുത്തൊരു സ്റ്റേജ് നമ്മൾ ഞാൻ അവിടെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ ഇനി ബ്രില്യൻ ഫാമിലിയോട്ട് വരുമ്പോൾ ഡോക്ടർ ഹരികൃഷ്ണനായിട്ട് ഞങ്ങളെ വീണ്ടും കാണാൻ വരുന്നൊരു വിശ്വാസത്തോടെ. സോ താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.